കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിന്ന് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോകുകയാണെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നാത്തൂൻ്റെ വീട്ടിലത്തെ നോമ്പറക്കുള്ള പരിപാടി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉന്നക്കായ്ക്കുള്ള പഴമൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്ത ഇവിടെ തേങ്ങ ആട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കക്കനുണ്ടാവുമല്ലോ, അത് മോൾക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഡപ്പിലാക്കി തരാണ്. അപ്പോൾ ഞാനിവിടെ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ 2 ദിവസം ഇവിടുത്തെ വീഡിയോസൊക്കെ ആരട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങയും മുന്തിരിയും പിന്നെ എന്താ കരിജീരകം എന്തോന്നും ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ പഴം വാട്ടിയിട്ട് അതിൽ മൈദയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാനിതുവരെ ഉന്നക്കായ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുമില്ല അതിൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ. അപ്പോൾ താത്ത ഇവിടെ ഇന്നിത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പഴമൊക്കെ ഇങ്ങനെ കുഴച്ചെടുത്ത് ചിലർക്കൊക്കെ അറിയുണ്ടാകും. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഉണ്ടാക്കണതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഫോണിൽ കൂടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ, താത്തയും താത്താൻ്റെ മോളും ഞാനും മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം വെറുതെ വേസ്റ്റായി പോകുമല്ലോ. നോമ്പ് തുറന്നാൽ തന്നെ പൊതുവെ നമുക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ല. പിന്നെ ഇതാ ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ചിട്ട് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പത്തിരിയും കാര്യങ്ങളൊക്കെ താത്ത അവിടെ നിന്നിട്ട് ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ സമൂസൊക്കെ ഉള്ളതും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ ഓല മടക്കി കൊടുക്കുമല്ലോ. താത്താക്ക് അത് മാത്രം അറിയില്ല കേട്ടോ. കാരണം എല്ലാതും ഉണ്ടാക്കാൻ അറിയാം, അത് മാത്രം അറിയില്ല. അങ്ങനെ സമൂസയൊക്കെ താത്ത അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. അതും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താത്താൻ്റെ നെയ്യ് കസ്റ്റാർഡ് ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ട് ഞാൻ കുറേ അയക്കണ് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്നാൽ ഓക്കെ ഞാൻ ഉണ്ടാക്കാമെന്നുള്ളതിൽ അങ്ങനെ അതൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നുണ്ട്. പിന്നെ പാല് ഞാൻ ഗ്യാസ്മ വെച്ചിട്ട് ഇതാ തിളക്കുന്നുണ്ട്. അതിന് മുന്നേ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ തിളച്ച് വന്നപ്പോൾ പിന്നെ ഇതാ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൽ കൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വല്ലാതെ കുറുക്കിയെടുത്തിട്ടില്ല, ഒരു മീഡിയം ലൂസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നോമ്പറക്കേണ്ട ടൈമായപ്പോൾ എല്ലാവരും ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.